എന്നാ ഇങ്ങോട്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ കേട്ടോ. വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. മറക്കരുത് റിച്ചസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പം വീണ്ടും കാണാം. ഇപ്പോൾ കണ്ടതാ ഇഞ്ചി പച്ചവെള്ളം വെളുത്തുള്ളിയൊക്കെ നല്ല സാറായിട്ട് ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെടുത്ത് വെച്ചാൽ ഉള്ളിയിലിട്ടിട്ട് ഇതൊന്ന് ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കാം. മതി, ഫുള്ള് ഫ്രൈ ആക്കണ്ട. അപ്പോൾ നമുക്കിതൊന്ന് ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കനും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഹാഫ് ഫ്രൈ ആയി വരട്ടെ. ഇത് ഒരു هلا بك الله يحييك. كم يبي لك؟ شوية بس يمكن 20 دقيقة كذا. بعد شوية لا ساعتين ترى بعد شوي. لا بابا ساعتين ممكن. ഇത് മരുഭൂമിയിൽ വന്നത് ആട് ചുടാൻ വേണ്ടിയിട്ട്. ഇപ്പം ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരാട് ഫുള്ളായിട്ടുണ്ട് ചുടാൻ. ഫുള്ള് മരുഭൂമിയാണ്ടതാ. ഇവിടെ അതാ കുറച്ച് സൗദിയിലെ വണ്ടിയൊക്കെ കണ്ടാണ്. ഇത് മെയിൻ റോഡ് അതാ കാണുന്ന തലക്കൽ മെയിൻ റോഡാണ്. ആ മെയിൻ റോഡിൻ്റെ അടുത്തുനിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു സ്ഥലത്താണ്. വണ്ടിയൊക്കെ ഉണ്ട്, ഇതാ കണ്ടോ. ഇതൊരു ക്യാബിനാണ് ഇത് താമസിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പണിക്കാരുണ്ട്, സുഡാനിയൊക്കെ ഉണ്ട് പണിക്ക്. അതിൻ്റെ ഉള്ളിൽ കാട്ടിത്തരാം. ഇപ്പം നമ്മൾ അവിടുന്ന് ചുട്ടുകൊണ്ട് നിൽക്കുന്ന മഷൂയാത് കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. ഇവിടെ വെച്ചിട്ടാണ് അവർ കഴിക്കുന്നത്. ഇത് ജ്യൂസാണ്, അതിൻ്റെ കൂടെ കുടിക്കാനുള്ള ജ്യൂസ്, 2 ബോട്ടിൽ ജ്യൂസ്. ഇതാണ് ക്യാബിൻ്റെ ഉള്ളിൽ. ഇവിടെ വെച്ചിട്ടാണ് കഴിക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള സലാഡുണ്ട്, ഹമ്മോസ് ഉണ്ട്, കൊബോസ്, മുത്തപ്പലുണ്ട്. إذا أريد هلا بك الله يحييك. كم يبي لك؟ شوية بس يمكن 20 دقيقة كذا. بعد شوية لا ساعتين ترى بعد شوي. لا بابا ساعتين ممكن. ഇത് മരുഭൂമിയിൽ
വന്നത് ആട് ചുടാൻ വേണ്ടിയിട്ട്. ഇപ്പം ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരാട് ഫുള്ളായിട്ടുണ്ട് ചുടാൻ. ഫുള്ള് മരുഭൂമിയാണ്. അതാ ഇവിടെ അതാ കുറച്ച് സൗദിയിലെ വണ്ടിയൊക്കെ കണ്ടാണ്. ഇത് മെയിൻ റോഡ് അതാ കാണുന്ന തലക്കൽ മെയിൻ റോഡാണ്. ആ മെയിൻ റോഡിൻ്റെ അടുത്തുനിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു സ്ഥലത്താണ്. വണ്ടിയൊക്കെ ഉണ്ട്, ഇതാ കണ്ടോ. ഇതൊരു ക്യാബിനാണ് താമസിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പണിക്കാരുണ്ട്, സുഡാനിയൊക്കെ ഉണ്ട് പണിക്ക്. അതിൻ്റെ ഉള്ളിൽ കാട്ടിത്തരാം. وين ابو عزوز؟ ولا خلاص؟ خلاص ايش خليتوه؟ ما ادري جمعيه ممكن ما يبغوا. ഇത് സോളാറിലാണ് ഇവിടെ ഇതാകുന്നത്. ഈ സോളാറിൻ്റെ മെഷീനാണിത്. ഇത് ക്യാബിൻ്റെ ഉള്ളിലാണ് അതുള്ളത്. ഇപ്പം നമ്മൾ അവിടുന്ന് ചുട്ടുകൊണ്ട് നിൽക്കുന്ന മഷൂയാത് കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. ഇവിടെ വെച്ചിട്ടാണ് അവർ കഴിക്കുന്നത്. ഇത് ജ്യൂസാണ്. അതിൻ്റെ കൂടെ കുടിക്കാനുള്ള ജ്യൂസ്, 2 ബോട്ടിൽ ജ്യൂസ്. ഇതാണ് ക്യാബിൻ്റെ ഉള്ളിൽ. ഇവിടെ വെച്ചിട്ടാ കഴിക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള സലാഡ് ഉണ്ട്, ഹമ്മോസ് ഉണ്ട്, കൊബോസ്, മുത്തപ്പലുണ്ട്. إذا أريد آرت هلا أبي كيف حالك؟ الله يحييك. كم يبي لك؟ شوية بس يعني يمكن 20 دقيقة كذا. بعد شويه لا ساعتين ترى بعد شوي. لا بابا ساعتين ممكن. മരുഭൂമിയിൽ വന്നത് ആട് ചുടാൻ വേണ്ടിയിട്ട്. ഇപ്പം ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരാട് ഫുള്ളായിട്ടുണ്ട് ചുടാൻ. ഫുള്ള് മരുഭൂമിയാണ്. അതാ ഇവിടെ അതാ കുറച്ച് സൗദിയിലെ വണ്ടിയൊക്കെ കണ്ടാണ്. ഇത് മെയിൻ റോഡ് അതാ കാണുന്ന തലക്കൽ മെയിൻ റോഡാണ്. ആ മെയിൻ റോഡിൻ്റെ അടുത്തുനിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു സ്ഥലത്താണ്. വണ്ടിയൊക്കെ ഉണ്ട്, ഇതാ കണ്ടോ. ഇതൊരു ക്യാബിനാണ് താമസിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പണിക്കാരുണ്ട്, സുഡാനിയൊക്കെ ഉണ്ട് പണിക്ക്. അതിൻ്റെ ഉള്ളിൽ കാട്ടിത്തരാം. وين ابو عزوز؟ ولا خلاص؟ خلاص ايش خليتوه؟ ما ادري جمعيه ممكن ما يبغوا. ഇത് സോളാറിലാണ് ഇവിടെ ഇതാകുന്നത്. ഈ സോളാറിൻ്റെ മെഷീനാണിത്. ഇത് ക്യാബിൻ്റെ ഉള്ളിലാണ് അതുള്ളത്. ഇപ്പം നമ്മൾ അവിടുന്ന് ചുട്ടുകൊണ്ട് നിൽക്കുന്ന മഷൂയാത് കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്.
ഇവിടെ വെച്ചിട്ടാണ് അവർ കഴിക്കുന്നത്. ഇത് ജ്യൂസാണ്, അതിൻ്റെ കൂടെ കുടിക്കാനുള്ള ജ്യൂസ്, 2 ബോട്ടിൽ ജ്യൂസ്. ഇതാണ് ക്യാബിൻ്റെ ഉള്ളിൽ. ഇവിടെ വെച്ചിട്ടാണ് കഴിക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള സലാഡുണ്ട്, ഹമ്മോസ് ഉണ്ട്, കൊബോസ്, മുത്തപ്പലുണ്ട്. ഇത് ഒരു ആട്. هلا بي. كيف حالك؟ الله يحييك. كم يبي لك؟ شوية بس يعني يمكن 20 دقيقة كده. بعد شوية لا ساعتين ترى بعد شوي. لا بابا ساعتين ممكن. ഇത് മരുഭൂമിയിൽ വന്നത് ആട് ചുടാൻ വേണ്ടിയിട്ട്. ഇപ്പം ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരാട് ഫുള്ളായിട്ടുണ്ട് ചുടാൻ. ഫുള്ള് മരുഭൂമിയാണ്. ഇവിടെ അതാ കുറച്ച് സൗദിയിലെ വണ്ടിയൊക്കെ കണ്ടാണ്. ഇത് മെയിൻ റോഡ് അതാ കാണുന്ന തലക്കൽ മെയിൻ റോഡാണ്. ആ മെയിൻ റോഡിൻ്റെ അടുത്തുനിന്ന് 1 കിലോമീറ്റർ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു സ്ഥലത്താണ്. വണ്ടിയൊക്കെ ഉണ്ട്, കണ്ടോ. ഇതൊരു ക്യാബിനാണ് ഇത് താമസിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പണിക്കാരുണ്ട്, സുഡാനിയൊക്കെ ഉണ്ട് പണിക്ക്. അതിൻ്റെ ഉള്ളിൽ കാട്ടിത്തരാം. وين ابو عزوز؟ ولا خلاص؟ خلاص ايش خليتوه؟ ما ادري جميع ممكن ما يسوي. ഇത് സോളാറിലാണ് ഇവിടെ ഇതാകുന്നത്. ഈ സോളാറിൻ്റെ മെഷീനാണിത്. ഇത് ക്യാബിൻ്റെ ഉള്ളിലാണ് അതുള്ളത്. ഇപ്പം നമ്മൾ അവിടുന്ന് ചുട്ടുകൊണ്ട് നിൽക്കുന്ന മഷൂയാത് കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. ഇവിടെ വെച്ചിട്ടാണ് അവർ കഴിക്കുന്നത്. ഇത് ജ്യൂസാണ്, അതിൻ്റെ കൂടെ കുടിക്കാനുള്ള ജ്യൂസ്, 2 ബോട്ടിൽ ജ്യൂസ്. ഇതാണ് ക്യാബിൻ്റെ ഉള്ളിൽ. ഇവിടെ വെച്ചിട്ടാണ് കഴിക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള സലാഡുണ്ട്, ഹമ്മോസ് ഉണ്ട്, കൊബോസ്, മുത്തപ്പലുണ്ട്. وين ابو عزوز؟ ولا خلاص؟ خلاص ايش خليتوه؟ ما ادري جميع ممكن ما يسوي. ഇത് സോളാറിലാണ് ഇവിടെ ഇതാകുന്നത്. ഈ സോളാറിൻ്റെ മെഷീനാണിത്. ഇത് ക്യാബിൻ്റെ ഉള്ളിലാണ് അതുള്ളത്. ഇപ്പം നമ്മൾ അവിടുന്ന് ചുട്ടുകൊണ്ട് നിൽക്കുന്ന മഷൂയാത് കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. ഇവിടെ വെച്ചിട്ടാണ് അവർ കഴിക്കുന്നത്. ഇത് ജ്യൂസാണ്, അതിൻ്റെ കൂടെ കുടിക്കാനുള്ള ജ്യൂസ്, 2 ബോട്ടിൽ ജ്യൂസ്. ഇതാണ് ക്യാബിൻ്റെ ഉള്ളിൽ. ഇവിടെ വെച്ചിട്ടാണ് കഴിക്കുക.
ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള സലാഡ് ഉണ്ട്, ഹമ്മോസ് ഉണ്ട്, കൊബോസ്, മുത്തപ്പലുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ ചെങ്ങന്മാരെല്ലാവരും വിശേഷങ്ങളോ, എല്ലാവരും വർത്തമാനങ്ങളോ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ബഷീറാണ് കേട്ടോ, റിച്ചസ് കിച്ചണിൽ നിന്ന്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ കണ്ടത് നല്ല അടിപൊളി വെണ്ട മധുര പോയി പറിച്ചു കൊണ്ടുവന്ന് നല്ല ഫ്രഷ് വെണ്ട കിട്ടിയിട്ടുണ്ട്. ഈ വെണ്ട കൊണ്ട് ഒരു വെറൈറ്റി ആയ ഒരു കറി ഉണ്ടാക്കാൻ പറയുക. ഈ കറി ഉണ്ടെങ്കിൽ ചോറ് തിന്നാനൊന്നും വേറൊരു സാധനവും വേണ്ട. അതേപോലെ പൊറാട്ടൻ്റെ കൂടെ കഴിക്കാൻ, ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വെണ്ട. ഇതിനെ ഒന്ന് കട്ട് ചെയ്തണം, 2 പീസാക്കി എടുക്കണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിൽ എരിഞ്ഞത്, ഒരു 2 ഉള്ളി ചെറുതാക്കി പൊടിയായിട്ട് എരിഞ്ഞത്, ഒരു 3 തക്കാളി വലിയ പീസാക്കി എരിഞ്ഞത്, 1 കപ്പ് തേങ്ങ, കുറച്ചൊരു 4 ഇത് ബദാമും അണ്ടിപ്പരിപ്പും, പിന്നെ 2 സ്പൂണ് കാശ്മീരി മുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണ് വലിയ ജീരകം. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പം നമ്മൾ ഇതുണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, വെണ്ട ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം കണ്ടോ, നമ്മൾ തക്കാളി ഇതാക്കും. അതിൽ ഒരു മീഡിയം സൈസ് കുക്കായിട്ടുണ്ട്. ഇനി ഉടഞ്ഞു പോകരുത്, ഇത്രയും കിട്ടിച്ചാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബദാമും തേങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി അരച്ച അരപ്പുണ്ടല്ലോ, നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്ന നേരം ആദ്യത്തെ ആണെങ്കിൽ ഇതിൻ്റെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതായത് കൂടുതൽ തീയിലിട്ടിട്ട് ഒരിക്കലും ഈ അരപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അരപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് നല്ല കട്ടിയിലാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള മിക്സിയിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓവർ കട്ടിയും വേണ്ട, എങ്കിലാലും കട്ടി വേണമാനും. അതായത് ഓവർ കട്ടി വേണം, ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ഇങ്ങോട്ട് എടുക്കുക അതൊന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതും കൂടി ഒന്ന് ഇതിലേക്ക് മിക്സി ഒന്ന് കഴുകി ഞാൻ ഇതിലേക്ക് ഒഴിക്കട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ ചങ്ങന്മാരെല്ലാവരും വർത്തമാനങ്ങളോ വിശേഷങ്ങളോ? എല്ലാവർക്കും സുഖമല്ലേ? ബഷീറാണ് റിച്ചസ് കിച്ചണിൽ നിന്ന് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ത് വെച്ചിട്ടാണെങ്കിൽ ഇതാ ഒരു 1,300 ഒരു കോഴി എടുത്തിട്ടുണ്ട്, 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ അങ്ങോട്ട് പീസാക്കി എടുത്തിട്ട് കത്തി കൊണ്ട് വരഞ്ഞിട്ടുണ്ട്, കണ്ടതാ. വരട്ടിട്ട് 4 പീസാക്കി എടുത്ത ഒരു ചിക്കനാണ്. ചിക്കന് അന്തലോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ വരെ റെസ്റ്റിന് വെക്കണം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മാഗ്നേറ്റ് ചെയ്യാൻ കാശ്മീരി ചില്ലി, പിന്നെ ചിക്കൻ മസാല, പെപ്പർ, അറബിക് മസാല, പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, കച്ചപ്പ്, സുർക്ക. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പം നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഈ ചിക്കൻ ഒന്ന് നല്ലോണം ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ വരെ റെസ്റ്റിന് വെക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ ഇതാ നല്ലോണം ചിക്കനെ അന്തലോസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ചിക്കനെ ഞാനിതാ കണ്ടോ നല്ലോണം വരിഞ്ഞ് ഞാൻ ഇതിൻ്റെ മസാലയൊക്കെ പുരട്ടി നല്ലോണം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ഒരു ടേസ്റ്റി നല്ല അടിപൊളി ഡിഷാണിത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പം മസാല പുരട്ടി മസാലയൊക്കെ തേച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റിന് വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷത്തെ നമുക്ക് ചെറിയ കുക്കറിലെടുത്ത് ഒരു ഇത് കടായിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം ആദ്യം. അപ്പോൾ നമുക്കൊന്ന് റെസ്റ്റിന് വെക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മളെ ചിക്കനെ അന്തലോസ് ഉണ്ടാക്കാനുള്ള ഉള്ളി ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, അടിപൊളി ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച് ഇഞ്ചി പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരച്ചത് മിക്സിയിൽ അരച്ച് റെഡിയാക്കി ഇട്ടത്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഇതിൽ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ. ഈ എണ്ണയിലും ഈ ഉള്ളിൻ്റെ കൂടെയും കിടന്ന് ഫ്രൈ ആയിട്ട് ആ പച്ചമണം മാറിപ്പോവും. അതുവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ആ പച്ച മണ്ണൊക്കെ മാറി ഞാൻ നല്ല അടിപൊളി സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്ത് വെച്ച് നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ച് തക്കാളി ആഡ് ചെയ്യാം. അപ്പോൾ ഈ തക്കാളി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി ഇതിൽ കിടന്ന് ഞാൻ ഒന്ന് കുക്കായി വരട്ടെ.
ഇപ്പം നമ്മളെ ചിക്കൻ ഇത് അവിടെ കിടന്ന് കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടതാ. അപ്പോൾ ഇത് ഈ വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റുന്ന നേരം നമുക്കൊന്ന് കുക്കാട്ടെ, അതിൻ്റെ അടുത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇപ്പം നമ്മൾ മസാലകളൊക്കെ പൊട്ടി, കടുക് പൊട്ടി, ഉലുവ പൊട്ടി, ജീരക പൊട്ടി, ഡ്രൈ ഗരം മസാല ഇട്ട് ഇനി കരുവേപ്പില. ഇനി നമുക്ക് ഉള്ളിട്ടെടുക്കാം. ഇപ്പോൾ ഈ ഉള്ളി ഒന്ന് നല്ലോണം ഫ്രൈ ആക്കി ഇങ്ങോട്ട് എടുക്കുക. അടിപൊളിയായിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് നല്ല ഗോൾഡൻ കളറിൽ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി ഇങ്ങോട്ട് എടുക്കാം. ഫ്രൈ ആക്കിയതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ കണ്ടോ, നമ്മളെ ചിക്കൻ അന്തലസം ഉണ്ടാക്കുന്ന ചിക്കൻ ഇതാ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മളതിൻ്റെ ഗ്രേവി മസാല ഇതാ ചിക്കൻ അന്തലോസിൻ്റെ മസാല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പം കണ്ട എണ്ണയൊക്കെ പുറത്തേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ എണ്ണ കൊണ്ട് മുക്കിയെടുത്തിട്ട് ഈ എണ്ണയിലാണ് ഈ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നത്. കണ്ടോ, എണ്ണയൊക്കെ ഒരു ഭാഗത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഈ ചിക്കൻ ഒന്ന് മാറ്റിയെടുത്തിട്ട് ആ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ നിങ്ങൾ കണ്ടത് ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിൻ്റെ ടേസ്റ്റ് ഇമലാണ് ഫ്രൈ ആക്കി കൊണ്ട് എടുത്തതിന് ശേഷം നമുക്ക് മസാലയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, ആ ചിക്കൻ്റെ മസാല ഒക്കെ കുക്കായി ഞാൻ ഇതാ കണ്ടോ, വെള്ളമൊന്നുമില്ലാണ്ട് വറ്റി വന്ന് റെഡി ആയി നിൽക്കുന്നുണ്ടല്ലേ. ഇതേപോലെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ചിക്കനെ അന്തലോസിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ഉള്ളി, തക്കാളി, കറിവേപ്പില, മറ്റേ ഗരം മസാല ഇതെല്ലാം നല്ലോണം ഫ്രൈ ആയി, തക്കാളിയൊക്കെ നല്ലോണം കുക്കായി വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിതിലേക്ക് എടുത്തു വെച്ച മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ 4 മറ്റേ വറ്റൽ മുളക് ഇട്ട് കിട്ടും. അത് ഓപ്ഷനിലില്ല, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ നിർബന്ധമുള്ള കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാല ഇതിൽ കിടന്ന് കഴിഞ്ഞ് നല്ലോണം ഒന്ന് കുക്കാവട്ടെ. ചെറിയ തീ കിടന്ന് കഴിഞ്ഞ് നല്ലോണം കുക്കായി വരട്ടെ. ഇപ്പം നമ്മൾ ചിക്കൻ ഇതാ നല്ലോണം ചിക്കനെ അന്തലസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ചിക്കനെ ഞാനിതാ കണ്ടോ നല്ലോണം വരിഞ്ഞ് ഞാൻ ഇതിൻ്റെ മസാലയൊക്കെ പുരട്ടി നല്ലോണം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ഒരു ടേസ്റ്റി നല്ല അടിപൊളി ഡിഷാണിത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ മസാല പുരട്ടി മസാലയൊക്കെ തേച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റിന് വെക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷത്തെ നമുക്ക് ചെറിയ കുക്കറിലത്തെ ഇത് കടായിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം ആദ്യം. അപ്പോൾ നമുക്കൊന്ന് റെസ്റ്റിന് വെക്കാം. ഇപ്പോൾ കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ട്. ഫ്രഷ് ബീഫാണിത്. നല്ല അടിപൊളി ബീഫ് 1 കിലോനേ ഉള്ളൂ. അതുകൊണ്ടൊരു സുർബിയാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അറബിക് ഡിഷാണ് സുർബിയാൻ ബിരിയാണി. നമ്മളിതിൻ്റെ മുന്നേ ഒരു മട്ടൺ കൊണ്ടൊരു സുർബിയാൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ബീഫാണിത്. കുറഞ്ഞൊരു വ്യത്യാസം. അറബിക് ഫുഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ നമുക്ക് ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് സുർബിയാൻ ബിരിയാണിൻ്റെ മസാല, പിന്നെ ഗരം മസാല, ബാലിഫ്, കുറച്ച് ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, കുറച്ചതേ മണ്ടിയുള്ളൂ കേട്ടോ. പിന്നെ സുർക്ക. ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ആദ്യം ബീഫ് ആദ്യം കുക്ക് ചെയ്തെടുക്കുക. ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെള്ളം വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ ചിക്കനെ അന്തലോസിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ഉള്ളി, തക്കാളി, കറിവേപ്പില, മറ്റേ ഗരം മസാല ഇതെല്ലാം നല്ലോണം ഫ്രൈ ആയി, തക്കാളിയൊക്കെ നല്ലോണം കുക്കായി വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിതിലേക്ക് എടുത്തു വെച്ച മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ 4 മറ്റേ വറ്റൽ മുളക് ഇട്ട് കിട്ടും. അത് ഓപ്ഷനിലില്ല, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ നിർബന്ധമുള്ള കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാല ഇതിൽ കിടന്ന് കഴിഞ്ഞ് നല്ലോണം ഒന്ന് കുക്കാവട്ടെ. ചെറിയ തീ കിടന്ന് കഴിഞ്ഞ് നല്ലോണം കുക്കായി വരട്ടെ. ഇപ്പം നമ്മൾ മസാലകളൊക്കെ പൊട്ടി, കടുക് പൊട്ടി, ഉലുവ പൊട്ടി, ജീരക പൊട്ടി, ഡ്രൈ ഗരം മസാല ഇട്ട് ഇനി കരുവേപ്പില. ഇനി നമുക്ക് ഉള്ളിട്ടെടുക്കാം. ഇപ്പോൾ ഈ ഉള്ളി ഒന്ന് നല്ലോണം ഫ്രൈ ആക്കി ഇങ്ങോട്ട് എടുക്കുക. അടിപൊളിയായിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് നല്ല ഗോൾഡൻ കളറിൽ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി ഇങ്ങോട്ട് എടുക്കാം. ഫ്രൈ ആക്കിയതിന് ശേഷം
ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ളത് ഇറച്ചി നമ്മളെ ബീഫ് ഒരു മുക്കാ ഭാഗം കുക്കായിട്ടുണ്ട്. ഇനിയും കുക്കാവാനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നല്ലതാണ്, ഈ ഇറച്ചി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മസാലല്ലേ, ഈ മസാലയിൽ കാട് ചെയ്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു കാമണിക്കൂർ ഒരു 10-30 മിനിറ്റ് കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇറച്ചി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് അറബിക് ഡിഷാണ് കേട്ടോ. പക്ഷെ ഞാൻ ബീഫിൻ്റെ ഇറച്ചി കൊണ്ടാണ് ഉണ്ടാക്കിയത്. അറബിക് ഡിഷാണ് ഇത്. നമുക്ക് മട്ടൻ കൊണ്ട് ഉണ്ടാക്കാം, ഫിഷ് കൊണ്ട് ഉണ്ടാക്കാം, എല്ലാ സാധനം കൊണ്ടും ഉണ്ടാക്കാം. നല്ലൊരു വെറൈറ്റിയാണ്. ലഞ്ച് ഡിന്നറിനൊക്കെ പറ്റിയ അടിപൊളി ഡിഷാണ്. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതുണ്ട്, അതാ നല്ല അടിപൊളി ടേസ്റ്റ്. ഇതാ ഇത് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ജീരകശാലൻ്റെ അരി കൊണ്ടാണ് ഉണ്ടോ. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ നിങ്ങളോട് ചോദിക്കുന്നത്. മറക്കരുത്. റിച്ചൂസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക. ഓൾ എന്നുള്ള ഓപ്ഷനിൽ അമർത്തുക. അപ്പോൾ ഇനി ഇതുപോലുള്ള പുതിയ റെസിപ്പികളുടെ വീഡിയോകളുമായി വരാം. അതുവരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു. ഇപ്പം നമ്മൾ ചിക്കൻ ഗോബി മസാലയും ചപ്പാത്തിയും ഇതിൻ്റെ കോമ്പിനേഷനാണ്. ഈ ചിക്കൻ ഗോബി മസാലൻ്റെ കോമ്പിനേഷനാണ് ഈ ചപ്പാത്തി അല്ലെ പൊറാട്ട. നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കുള്ള ഗ്രേവി എല്ലാം വെന്ത് റെഡിയായി സൂപ്പറായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ഫുഡ് അത്, അറബിക് ടേസ്റ്റി ഫുഡ് അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്തുക. ഓൾ എന്നാണ് ഓപ്ഷനിൽ അമർത്തി കൊടുക്കുക. നിങ്ങളോട് ചോദിക്കുന്നത് ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ്, ഒരു കമൻറ്റ് കേട്ടോ, മറക്കരുതേ. അപ്പം ഇനി പുതിയ വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു. ശുഭനിദ്ര, ശുഭരാത്രി. The wheels on the bus go round and round, round and round, round and round. The wheels on the bus go round and round, round and round. The bulldozer goes push and lift, push and lift, push and lift. The wheels on the bus go round and round, round and round, round and round. The wheels on the bus go round and round. ഇപ്പോൾ ഇതാ നമ്മളെ ഉലുവ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ടിട്ട് അതൊന്ന് വാട്ടാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ തക്കാളി ഒരു കുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് എടുത്ത് വെച്ച മഞ്ഞപ്പൊടി, ഇതാ ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി അതിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അതാ ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ തന്നെയാണെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. വേറെ മസാലപ്പൊടികളും അങ്ങനത്തെ ഇറച്ചി മസാല അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. മല്ലിപ്പൊടി എത്ര ഇടുന്നത്? 3 സ്പൂൺ കൂടും. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി. ഇനി മുളക് പൊടി എത്ര ഇടുന്നത്? ഓക്കെ. അപ്പം ഇതിട്ടിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇപ്പം കണ്ട നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് എല്ലാ പൊടികളും ഇട്ട് ഒരല്പം വെള്ളം പാർന്ന് ഒരു 5 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്ത് ഇപ്പോൾ കുക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇനി ഇത് ബീഫ് നന്നായിട്ട് ഈ മസാലയും ഒന്ന് മിക്സാക്കി നല്ലോണം കൂടി മിക്സാക്കി എടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചും നമുക്ക് ചെറിയ തീയിൽ ഒരു മണിക്കൂർ ഏറെ ഈ കുക്കറിൽ കിടന്ന് ഇതൊന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം ചോറ് തിന്നാൻ നേരത്തെ കാട്ടിത്തരാവാക്കി.
നമ്മളെ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയ ഒരു കറിയാണ് വെജിറ്റബിൾ കൊണ്ടുള്ള വെജിറ്റബിളിൻ്റെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനത് നല്ല ടേസ്റ്റുള്ള അടിപൊളി കറി, വെജിറ്റബിൾ മുശക്കൽ ഇട്ടിട്ടുള്ള കറി, നാടൻ ചോറ്, അതേപോലെ കയ്പ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റിച്ചൂസ് കിച്ചൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ.